بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നാമായി ബന്ധപ്പെട്ടവർ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ നാം ദുആർക്കാമെന്ന് ഏറ്റെടുത്തവരെല്ലാവരെയും അവന്റെ സാലിഹ്യങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ എല്ലാവർക്കും അല്ലാഹു ഖൈറായ ശിഫ നൽകട്ടെ. മരണപ്പെട്ടവരുടെ പരലോകം പടച്ചവൻ സന്തോഷത്തിലാക്കട്ടെ. രണ്ട് ലോകത്തും അല്ലാഹു നമുക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഹറമിന്റെ സന്ദേശം എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. തികച്ചും കാലികമായൊരു വിഷയം എന്ന നിലക്കാണ് സാധാരണത്തെ ഫിഖ് ക്ലാസ് ഇന്ന് ഇതിലേക്ക് മാറ്റുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾക്ക് മറ്റു ചില മാസങ്ങളെക്കാൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ചില ദിവസങ്ങൾക്ക് മറ്റു ചില ദിവസങ്ങളെക്കാൾ മഹത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചില സമയങ്ങൾക്ക് മറ്റു ചില സമയങ്ങളെക്കാളും അല്ലാഹു പ്രത്യേകത നൽകിയിട്ടുണ്ട്. ആ പ്രത്യേകതയുള്ള സന്ദർഭങ്ങളും സമയങ്ങളും ഒക്കെ വരുമ്പോൾ ആ സീസണുകളെ നന്നായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ബുദ്ധിയുള്ള മനുഷ്യരുടെ കടമയും അവരുടെ ഉത്തരവാദിത്വവും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഇബാദത്തെടുത്ത് പാരത്രിക ജീവിതത്തിലേക്ക് ഒരുപാട് വിഭവങ്ങൾ ഈ ഭൂമിലോകത്തുള്ള ജീവിതം കൊണ്ട് ഉണ്ടാക്കി വെക്കേണ്ട കർഷകനാണിവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത് എന്താണ്? ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ് എന്നല്ലേ. അപ്പൊ പരലോകത്ത് വിളവ് കൊയ്യാൻ പറ്റും വിധത്തിൽ ദുനിയാവിൽ കൃഷിക്ക് വിത്തിറക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ വിത്തിറക്കുന്ന ഏതൊരു കർഷകനെ സംബന്ധിച്ചും നമുക്കറിയാം, ആ കർഷകൻ ഓരോ സീസണിലും ആ സീസണിലേക്ക് ഫിറ്റായ വിത്തുകൾ വിതക്കുകയും ആവശ്യാനുസരണം അതിന് വളവും നൽകി അത് വളർത്തിക്കൊണ്ടുവരികയും ആ കൃഷിയുടെ വളർച്ചയുടെ സജീവത മുരടിപ്പിക്കാൻ ശ്രമിക്കുന്ന കൃഷിയുടെ ശത്രുക്കൾക്കെതിരെ പ്രതിരോധം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് കർഷകൻ തന്റെ കൃഷിയുടെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ ആ കർഷകന് വിളവെടുപ്പിന്റെ സമയത്ത് 100 മേനി വിളവെടുക്കാൻ സാധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ വിശ്വാസിയും ഇത്തരത്തിലുള്ള ഒരു കർഷകനാണ് എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസിന്റെ ചുരുക്കം. ആ കർഷകൻ അവന്റെ ഓരോ സീസണുകളിലും ഇറക്കേണ്ട വിത്തുകൾ, വിതക്കേണ്ട വിത്തുകൾ വിതച്ച് ആവശ്യാനുസരണം വെള്ളവും വളവും നൽകി വളർത്തിക്കൊണ്ടുവരികയും പാരത്രിക ജീവിതത്തിലെ വിളവെടുപ്പിന്റെ സമയത്ത് 100 മേനി വിളകൊയ്യുകയും ചെയ്യുന്നതിനു വേണ്ടി കഷ്ടപ്പെടണം, കഠിനാധ്വാനം ചെയ്യണം. എങ്കിൽ വിശേഷാൽ സന്ദർഭങ്ങളെ, പുണ്യങ്ങളുടെ സജീവതയ്ക്ക് വേണ്ടി പ്രത്യേകം വിനിയോഗിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട സമയങ്ങളെ അർഹമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കണം ബുദ്ധിമാനായ മനുഷ്യൻ എന്ന് നമുക്കെല്ലാവർക്കും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ 4 ഹുറും ദാലിക ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ആകാശഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച കാലം മുതൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. ആ മാസങ്ങളുടെ എണ്ണം 12 ഉണ്ട്. അതിൽ നിന്ന് മിൻഹാ 4 ഹുറും, 4 മാസങ്ങൾ പ്രത്യേകം ആദരണീയമായ മാസങ്ങളാണ്, ബഹുമാനം കൂടുതലുള്ള മാസങ്ങളാണ്. ആ 4 മാസം പ്രത്യേകം ആദരണീയമായ മാസം, ആദരവുള്ള മാസങ്ങളിൽ ഒരു മാസമാണല്ലോ വിശുദ്ധ മുഹറം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മുഹറം മാസത്തിൽ നമ്മൾ ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, പ്രത്യേകം ആദരണീയമായ സന്ദർഭങ്ങളെ ആദരവ് കൊണ്ട് തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അനാദരവിന്റെ ശൈലിയിലേക്ക് പോകാതിരിക്കുക എന്നത് അവിടെ നമ്മുടെ പ്രത്യേക ബാധ്യതയും കടമയുമായി മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, ആ സമയത്ത് അവകളിൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തെറ്റുകൊണ്ട് ആക്രമിക്കരുത്.
അല്ലാത്ത കാലത്ത് തെറ്റു ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഇത്, മറിച്ച് ആ സമയത്തെ തെറ്റിന് ഒന്നുകൂടി ഗൗരവം കൂടുമെന്ന് നമുക്ക് അതിന്റെ ജാഗ്രതയ്ക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ് അല്ലാഹു തആല. എങ്കിൽ ആ കൂട്ടത്തിൽപ്പെട്ട വിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് വരികയാണ്. രണ്ടു കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഒരു വർഷം പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മഹാനായ ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു തന്റെ ലതായിഫിൽ സൂചിപ്പിച്ചതുപോലെ വയതഅയ്യനു ഇഫ്തിതാഹുൽ ആമ്മി ബിതൗബത്തിൻ നസൂഹിൻ തംഹു മാ സലഫ മിനൽ ദുനൂബി സാലിഫത്തി ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞ കാല ജീവിതത്തിലെ സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ആ തെറ്റുകളെ മായ്ച്ചു കളയാനും ആവശ്യമായ കുറ്റമറ്റ പശ്ചാത്താപം ചെയ്തുകൊണ്ടാണ് പുതുവർഷത്തെ നമ്മൾ സ്വീകരിക്കേണ്ടതും ആ വർഷത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതും എന്ന കാര്യം ഉറപ്പാണ് എന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു കൊല്ലവും കൂടെ കൊഴിഞ്ഞുപോയി എന്ന നഷ്ടബോധമല്ലേ ഒരു ചിന്താശേഷിയുള്ള മനുഷ്യനെ യഥാർത്ഥത്തിൽ ഭരിക്കേണ്ടതും അവനെ നയിക്കേണ്ടതും? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഞാൻ 50 വയസ്സ് പിന്നിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരണത്തിലേക്ക് ഞാൻ 50 കൊല്ലം അടുത്തു എന്നാണ്. അല്ലാതെ എനിക്ക് 50 കൊല്ലത്തിന്റെ സീനിയോറിറ്റി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇവിടെ എന്തെങ്കിലും വെട്ടിപ്പിടിക്കാനുള്ള ലൈസൻസ് അല്ല. ഇവിടെ നിന്ന് നാട് നീങ്ങാനുള്ള സമയത്തിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടതിൽ നിന്ന് 50 കൊല്ലം കൊഴിഞ്ഞുപോയി എന്നാണ്. ഇനി ഇതിന്റെ ബാക്കി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ എനിക്കിവിടെ താമസിക്കാൻ അവസരമുള്ളൂ, സന്ദർഭമുള്ളൂ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ പുതുവർഷം വരുമ്പോഴും വിശ്വാസിയുടെ ഹൃത്തടം അങ്ങേയറ്റം വേദനയോടെ ബേജാറോടെയാണ് വാസ്തവത്തിൽ ആ പുതുവർഷത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത്. പഠിച്ചോനെ, എന്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നതിന്റെ കണക്കെടുപ്പിനാണ് വാസ്തവത്തിൽ ബുദ്ധിയുള്ള മനുഷ്യൻ സമയം കണ്ടെത്തേണ്ടത്. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വയതഅയ്യനു ഇഫ്തിതാഹുൽ ആമ്മി, ഒരു വർഷത്തെ ആരംഭിക്കൽ ആവേണ്ടത് തന്നെയാണ്. എങ്ങനെ? ബിതൗബത്തിൻ നസൂഹിൻ, കുറ്റമറ്റ പശ്ചാത്താപം കൊണ്ടാവണം. ആ പശ്ചാത്താപം മുഖേന തംഹു മാ സലഫ മിനൽ ദുനൂബി സാലിഫ മിനൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള സ്ഖലിതങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, അതിനെയെല്ലാം മായ്ച്ചു കളയാൻ പറ്റിയ ഒരു കുറ്റമറ്റ പശ്ചാത്താപം കൊണ്ടാണ് പുതുവർഷത്തെ നാം സ്വീകരിക്കേണ്ടത്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഖതഅത ശുഹൂറൽ ആമി ലഹവൻ വഗഫലതൻ വലം തഹ്തരിം ഫീമാ അതൈതൽ മുഹറമാ. ഓ സഹോദര, ഒരു വർഷത്തിലെ മാസങ്ങളെല്ലാം നീ പിന്നിട്ടുപോയി. ആ മാസങ്ങളുടെ സന്ദർഭങ്ങളെല്ലാം നീ മുറിച്ചു കടന്നു. എങ്ങനെ? ലഹവൻ വഗഫലതൻ, കളിതമാശകളിലും അശ്രദ്ധയിലുമായിട്ട്. നിന്റെ സമയത്തിന്റെ വിലയെക്കുറിച്ച് നിനക്ക് വലിയ ബോധ്യമൊന്നും ഉണ്ടായില്ല. നിന്റെ ടൈമിന്റെ മൂല്യത്തെക്കുറിച്ച്, അത് നഷ്ടപ്പെട്ടു പോയാലുണ്ടാകുന്ന നഷ്ടബോധത്തെക്കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള ചിന്തയൊന്നും നിനക്കുണ്ടായില്ല. അതേസമയത്ത് ആലോചിച്ചു നോക്കൂ, വലം തഹ്തരിം ഫീമാ അതൈതൽ മുഹറമാ, ഹറാമുകൾ ആ ദിനങ്ങളിൽ, ആ മാസങ്ങളിൽ, ആ ദിവസങ്ങളിൽ, ആ കൊല്ലത്തിൽ മൊത്തത്തിലായിട്ട് നീ പലപ്പോഴായി ചെയ്തു പോയപ്പോ ആ മാസത്തിൽ ചെയ്തു പോയ ഹറാമുകളുടെ ഗൗരവമൊന്നും നിനക്ക് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. തെറ്റ് ചെയ്തു പോയല്ലോ ഞാൻ എന്ന ഒരു പശ്ചാത്താപത്തിന്റെയോ മനസാക്ഷിക്കുത്തിന്റെയോ ശൈലി നിന്റെ ജീവിതത്തിൽ നിന്ന് പ്രകടമായില്ല. ഫലാ റജബൻ വാഫൈത ഫീഹി ബിഹഖ്ഖിഹി വലാ സുംത ശഹ്റസ് സൗമി സൗമൻ മുതമ്മമാ. റജബ് മാസമാവട്ടെ മറ്റു മാസങ്ങളാവട്ടെ, ആ മാസത്തെ ഒന്നും അതിന്റെ അർഹിക്കുന്ന ആദരവോടുകൂടെ സ്വീകരിക്കാൻ നിനക്ക് പറ്റിയില്ല. നോമ്പിന്റെ മാസത്തെ പൂർണ്ണമായ നോമ്പുകൊണ്ട് ആദരിക്കാനും ബഹുമാനിക്കാനും നിനക്ക് സാധിച്ചില്ല. വലാ ഫീ ലയാലി അശ്രി ദിൽ ഹജ്ജത്തില്ലദി മദാ കുൻത ഖവ്വാമൻ വലാ കുൻത മുഹ്രിമാ. ദുൽഹിജ്ജ മാസത്തിലെ 10 രാവുകൾ ഏറ്റവും പ്രാധാന്യമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ 10 രാവുകൾ, ആ രാവുകളൊക്കെ വാസ്തവത്തിൽ കൃത്യമായി നിസ്കാരം നിർവഹിച്ചു, ഹജ്ജിന് സാധിക്കുന്നവർ ഹജ്ജിനെ ഹറാം ചെയ്തുമൊക്കെ നന്മകൾ വാരിക്കൂട്ടാനുള്ള ഗോൾഡൻ ചാൻസായി ഉപയോഗപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷെ അതൊന്നും നിനക്ക് സാധിച്ചില്ല.
فهلاك أن تمحو الذنوب بعبرة وتبكي عليها حسرة وتندما. അതുകൊണ്ട് സഹോദര, നിന്റെ സമയം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, സന്ദർഭം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ചാൻസുകൾ അല്ലാഹു ഇനിയും നിന്നെ കാത്തുവച്ചിരിക്കുകയാണ്. നിനക്ക് വേണ്ടി അവൻ അവസരം തന്നിരിക്കുകയാണ്. ഫഹല്ലക അൻ തംഹു ദുനൂബ ബിഇബ്റത്തിൻ, നല്ല ഗുണപാഠം സ്വീകരിച്ചുകൊണ്ട് പടച്ചോനെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ അരുതായ്മകളും അബദ്ധങ്ങളും അത് വീണ്ടും ആവർത്തിക്കാതെ തെറ്റുകുറ്റങ്ങളെല്ലാം മാപ്പാക്കുന്നതിനു വേണ്ടി പശ്ചാത്തപിച്ചു മടങ്ങി ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ തെറ്റുകൾ പറ്റരുതേ എന്ന അങ്ങേയറ്റത്തെ നഷ്ടബോധത്തോടുകൂടെ ആ നിനക്ക് കഴിഞ്ഞകാല ജീവിതത്തിലെ തെറ്റുകളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു കരയാൻ, അങ്ങേയറ്റത്തെ ദുഃഖഭാരത്തോടുകൂടെ കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും ശ്വസിക്കാനുള്ള ഓക്സിജനും യജമാനനായ റബ്ബ് നിനക്ക് നൽകിയിട്ട് ഇല്ലായ്മയിൽ നിന്ന് നിനക്ക് ഉണ്മയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരമുണ്ടാക്കി തന്നിട്ട് ആ റബ്ബിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് അവന്റെ ഭക്ഷണം കഴിച്ച് അവന്റെ വായു ശ്വസിച്ച് ഭൂമിയിൽ താമസിച്ചിട്ട് നീ ആ റബ്ബിന്റെ കൽപ്പനകളോട് ധിക്കാരം കാണിച്ച് കഴിഞ്ഞു പോയതിൽ നിനക്കൊന്ന് ഖേദിച്ച് കരഞ്ഞുകൂടെ സഹോദരാ? നിന്റെ ജീവിതത്തിൽ വന്നുപോയ കുറ്റങ്ങളുടെ പേരിൽ നിനക്കൊന്ന് ദുഃഖിച്ചുകൂടെ? അല്ലാഹുവേ, എനിക്ക് മാപ്പാക്കിയില്ലെങ്കിൽ ഞാൻ എവിടെ പോയി പൊറുപ്പിക്കാനാണ് എന്ന് യജമാനായ റബ്ബിനോടൊന്ന് മനസ്സ് പൊട്ടി പറയാൻ ഇപ്പോഴെങ്കിലും നിനക്ക് സമയമുണ്ടാകുന്നുണ്ടോ? വതസ്തഖ്ബിലുൽ ആമൽ ജദീദ ബിതൗബതി ലഅല്ലക അൻ തംഹു ബിഹാ മാ തഖദ്ദമ. ഒരു പുതുവർഷത്തെ നീ വരവേൽക്കുന്നത് ഒരു പൂർണ്ണമായ പശ്ചാത്താപത്തോടുകൂടെ ആക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ ലഅല്ലക അൻ തംഹു ബിഹാ മാ തഖദ്ദമ, കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ കറകളും ചേറും ചെളിയുമൊക്കെ കഴുകി വൃത്തിയാക്കാൻ, അതെല്ലാം മായ്ച്ചു കളയാനും ഡിലീറ്റ് ചെയ്യാനുമുള്ള സംവിധാനം അല്ലാഹു നിനക്കുണ്ടാക്കി തന്നേക്കും. അതുകൊണ്ട് സന്ദർഭം മുതലെടുക്കാൻ നീ പരിശ്രമിക്കണം. അപ്പോ വിശുദ്ധമായ മുഹറം മാസത്തിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് അവസരം തരുമ്പോ ഒരു പുതുവർഷത്തെ സ്വീകരിക്കുന്നു എന്ന ത്രില്ലും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമ്മാനിക്കേണ്ടത് പടച്ചോനെ എന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള കണക്കെടുപ്പിന് വേണ്ട പ്രത്യേകമായ ചിന്തയാണ് ഒന്ന്. രണ്ടാമതായി, ഈ വരാനിരിക്കുന്ന വർഷത്തിൽ പരമാവധി എന്റെ ജീവിതം ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ അരുതായ്മകളോട് അകൽച്ച പാലിച്ച് സജീവമായ സുഹൃതങ്ങളുടെ കൂട്ടുകാരനായി സഹകാരിയായി എന്റെ ജീവിതത്തെ പരമാവധി സാർത്ഥകമാക്കാനുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് തന്നെ ഞാൻ മുന്നോട്ട് പോകും എന്ന ചിന്തയിലേക്കാണ് വാസ്തവത്തിൽ നമ്മളെ നാം നയിക്കേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് എന്നതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് മുഹറം മാസത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം കഴിഞ്ഞ കാലത്തെ ജീവിതത്തിലുള്ള കുറവുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് നന്നാകാനുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കണം. ഈ വർഷത്തിലും ഈ മാസത്തിലും നമ്മൾ ഇനി തെറ്റുകളിലേക്ക് പോകാത്തൊരു സാഹചര്യം ഉണ്ടാക്കുമെന്ന പ്രതിജ്ഞയോടുകൂടെയാണ് ഈ മാസത്തെ വരവേൽക്കേണ്ടത്, ഈ വർഷത്തെ വരവേൽക്കേണ്ടത്. ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയ നാളുകളുടെ നഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ച് വരാനിരിക്കുന്ന ദിനങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള നിർബന്ധ ബുദ്ധിയും അതിനാവശ്യമായിട്ടുള്ള ദൃഢനിശ്ചയവും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതാണ് അടിസ്ഥാനപരമായി ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. ഇനി രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇപ്പോ മുഹറം മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ചില ആളുകൾ ഭയങ്കര ഇടങ്ങേറായിട്ടാണ് മുഹറം മാസത്തെ കാണുക, അല്ലേ? മുഹറം 10 കഴിഞ്ഞ് കിട്ടുന്നത് വരെ എന്തൊക്കെയോ ഇവിടെ വരാനുണ്ട് എന്ന അർത്ഥത്തിലുള്ള ബേജാറിൽ കുറെ ആളുകൾ കഴിയുന്നുണ്ട്. മുഹറം തുടങ്ങിയാൽ പിന്നെ 10 കഴിയുന്നത് വരെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന ധാരണ വെച്ച് പുലർത്തുന്നുണ്ട് ചിലർ ഒന്നുകൂടി കടന്ന് മുഹറം മാസത്തിലെ ആദ്യത്തെ ചന്ദ്രൻ അഥവാ മാസം കാണുന്നത്, നിലാവ് കാണുന്നത് അഥവാ ബിൽഡിങ്ങിന്റെയോ അല്ലെങ്കിൽ മരത്തിന്റെയോ ഒക്കെ മറവിലാണെങ്കിൽ അതോടുകൂടെ അക്കൊല്ലം പോക്കാണ് എന്ന് വിശ്വസിക്കുന്ന ചിലരും ഉണ്ട്. മഹാനായ ഞങ്ങളുടെയൊക്കെ ഗുരുവര്യർ കുമരമ്പത്തൂർ ഉസ്താദിന്റെ ഉസ്താദായ താഴക്കോട് കുഞ്ഞലവി മുസ്ലിയാർ, അള്ളാഹു അവരുടെയൊക്കെ ദർജ വർദ്ധിപ്പിക്കട്ടെ. താഴക്കോട് കുഞ്ഞലവി മുസ്ലിയാരോട് ഒരാൾ ചോദിച്ചു അത്രേ, വന്നിട്ട്
അല്ല ഉസ്താദെ, മുഹറം മാസം ഞാൻ മറിഞ്ഞാ കണ്ടത്, എന്തൊക്കെയാ അതിന്റെ കുഴപ്പം? ഒരു കുഴപ്പമില്ല, മറിഞ്ഞ ഭാഗം കാണൂലെന്നേ ഉള്ളൂ എന്ന് ഉസ്താദ് മറുപടി പറഞ്ഞു. അപ്പോ അതാണ് സംഗതി, അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മളെ പണ്ഡിതന്മാരോ അതേപോലെ തന്നെ ഇസ്ലാമിന്റെ യോഗ്യരായിട്ടുള്ള ഇമാമുകളോ പഠിപ്പിച്ചു തരാത്ത ഓരോ സംഗതികൾ വെറുതെ എവിടുന്നോ കേട്ടിട്ട് അതൊക്കെ വിശ്വസിക്കേണ്ടത് ബാധ്യതയും നമുക്കില്ല. മുഹറം 1 മുതൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന വിശ്വാസവും നമുക്കില്ല. മുഹറം 10 വരെ ഒന്നിനും കൊള്ളാത്ത ദുശകുനത്തിന്റെ സന്ദർഭങ്ങളാണ് എന്ന വിശ്വാസവും മുസ്ലിമീങ്ങൾക്കില്ല. പിന്നെ മുഹറം 1 ആയാൽ പിന്നെ 10 കഴിയട്ടെ കല്യാണ നിശ്ചയത്തിന്, വീട് കൂടലിന്, ഫംഗ്ഷനുകൾ സംഘടിപ്പിക്കാൻ എന്നൊക്കെ ചിലപ്പോൾ പണ്ടുള്ള നല്ലവരായ ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞത് മുഹറം 10 വരെ നല്ല കാര്യങ്ങളൊന്നും പറ്റില്ല, ശുഭകാര്യങ്ങൾക്കത് യോജിച്ചതല്ല എന്ന കാരണം കൊണ്ടല്ല. മറിച്ച് മുഹറത്തിലെ 10 ദിനങ്ങൾ എന്ന് പറയുന്നത് ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേകം മാറ്റിവെക്കേണ്ട സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഗതികൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ഈ ഇബാദത്തിന്റെ പ്രധാനപ്പെട്ട ടൈം നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് ആ ഫംഗ്ഷനിൽ സംബന്ധിക്കുന്നതും മുടങ്ങണ്ട, എന്നാൽ ഈ ഇബാദത്തിന്റെ സുവർണാവസരം നഷ്ടപ്പെടുകയും വേണ്ട എന്നതുകൊണ്ട് ബുദ്ധിമാന്മാരായ ആ ആളുകൾ ചിലപ്പോൾ മുഹറം 10 കഴിയട്ടെ, കല്യാണ നിശ്ചയത്തിന് വിളിച്ചു, നമുക്ക് അടുത്ത ദിവസം കല്യാണം നിശ്ചയിക്കണമായിരുന്നു, മുഹറം 10 കഴിഞ്ഞോട്ടെടാ എന്ന് ചിലപ്പോൾ കാരണം അവർ പറഞ്ഞിട്ടുണ്ടാവും. നാട്ടിലെ ചിലപ്പോൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാവും. ഉസ്താദ് പറഞ്ഞതിന് മുഹറം 10 വരെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് ഏതോ ഒരുത്തം മനസ്സിലാക്കി. അതിനിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എന്നിട്ട് അത് പിന്നെ നാട്ടിലൊരു മാമൂലായി, ഒരാചാരമായി, നാട്ടിൽ ജനങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസമായി ഡെവലപ്പ് ചെയ്യപ്പെടുക എന്ന അപകടം പിന്നീട് നടന്നു എന്നതാണ് വിഷയം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹറം 1 മുതൽ 10 വരെ നല്ല കാര്യങ്ങളോ ശുഭകാര്യങ്ങളൊന്നും പറ്റൂല എന്ന വിശ്വാസം മുസ്ലിമീങ്ങൾക്കില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, മുഹറം മാസം മറിഞ്ഞു കണ്ടാൽ അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രത്യേക മുസീബത്ത് വരും എന്നൊരു ചിന്തയൊന്നും മുസ്ലിമീങ്ങൾക്ക് ആവശ്യമില്ല. ഇനി നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിച്ച് ഈ മാസത്തിൽ നമ്മൾ പ്രത്യേകം എന്താ നമ്മുടെ കടമ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ മാസം നോമ്പിന് ഷഹറുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറമാണ്. വഅഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അത് രാത്രിയിലെ നിസ്കാരമാണ്. റവാത്തിബ് സുന്നത്തുകൾ കഴിഞ്ഞിട്ടാണ് ആ പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കൂ, മുഹറം മാസമായാൽ നമ്മൾ മുഹറത്തിലെ സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിക്കാൻ ഏറ്റവും പറ്റിയ മാസമാണ് മുഹറം മാസം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഇനിയും കാണാം, അലി റളിയല്ലാഹു അൻഹു പറയാണ്, സഅലഹു റജുലുൻ, അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, അയ്യു ഷഹരിൻ തഅമുറുനി അൻ അസൂമ ബഅദ ഷഹരി റമളാൻ, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോമ്പ് നോൽക്കാൻ നിങ്ങൾ കൽപ്പിക്കുന്ന നിങ്ങളുടെ സജഷൻ ഏതു മാസത്തിനാണ്? റമളാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നോമ്പ് നോൽക്കാൻ ഏറ്റവും പറ്റിയ മാസം ഏതാണ്, ബെറ്ററായ മാസം ഏതാണ് എന്ന് ചോദിച്ചു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയാണ്, മാ സമയത്തു അഹദൻ യസ്അലു അൻ ഹാദാ, ഇത്തരമൊരു ചോദ്യം ആരും ആരോടും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല, ഇല്ലാ റജുലൻ, ഒരാൾ ചോദിക്കുന്നത് ഒഴിച്ച്, സമിഅതുഹു യസ്അലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് ഒരാൾ ചോദിക്കുന്നത് ഇതേ ചോദ്യം, നീ ഇപ്പൊ എന്നോട് ചോദിച്ച ഇതേ ചോദ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വാന ഖായിദുൻ ഇൻദഹു, ഞാൻ നബി സല്ലല്ലാഹു തങ്ങളുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഒരാൾ വന്നിട്ട് ചോദിച്ചത്, നബിയെ റമളാൻ കഴിഞ്ഞാൽ, യാ റസൂലല്ലാഹ്, അയാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, അയ്യു ഷഹരിൻ തഅമുറുനി അൻ അസൂമ ബഅദ ഷഹരി റമളാൻ, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോമ്പ് നോൽക്കാൻ, സുന്നത്ത് നോമ്പ് നോൽക്കാൻ തങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് ഏതു മാസത്തിൽ നോൽക്കാനാണ് എന്ന്. ഖാല, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ കുന്ത സായിമൻ ബഅദ ഷഹരി റമളാൻ,
റമദാൻ കഴിഞ്ഞിട്ട് നീ സുന്നത്ത് നോമ്പ് നോൽക്കുന്നുണ്ടെങ്കിൽ ഫസുമിൽ മുഹറം, മുഹറം മാസത്തിൽ നോമ്പ് നോറ്റോ. കാരണം ഫഇന്നഹു ശഹറുല്ലാഹ്, മുഹറം മാസം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാസമാണ്. ഫീഹി, ആ മാസത്തിലുണ്ട് യൗമുൻ, ഒരു ദിനം, താബ ഫീഹി അലാ ഖൗമിൻ, കുറെ ആളുകൾക്ക് അല്ലാഹു തആല പശ്ചാത്താപം സ്വീകരിച്ചൊരു ദിനമുണ്ട്. വയതൂബു ഫീഹി അലാ ഖൗമിൻ ആഖരീൻ, വേറെ കുറെ ആളുകൾക്ക് പിന്നീട് അല്ലാഹു തആല പശ്ചാത്താപം സ്വീകരിക്കാൻ പോവുകയും ചെയ്യുന്നൊരു ദിനമുണ്ട്. മുഹറം മാസത്തിലാണ് നോമ്പ് വർദ്ധിപ്പിക്കാൻ നല്ലത്. സുന്നത്ത് നോമ്പ് കൂടുതൽ എടുക്കാൻ പറ്റിയ മാസമാണ് മുഹറം. കാരണം മുഹറം മാസത്തിൽ ഒരു ദിവസം ഒരുപാട് ആളുകളുടെ പശ്ചാത്താപം അള്ളാഹ് സ്വീകരിച്ചൊരു ദിവസമുണ്ട്. ആ പശ്ചാത്താപം അന്ന് സ്വീകരിച്ച് ആ ബെനിഫിറ്റ് അള്ളാഹു നിർത്തിക്കളഞ്ഞിട്ടില്ല. അത് ഇനി വരാനും ഇരിക്കുന്നുണ്ട് ആ ചാൻസ്. ആ ചാൻസ് പിന്നീടും അള്ളാഹു ഒരുപാട് ആളുകൾക്ക് നൽകാൻ പോകുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ കണ്ടോ, റമദാൻ കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നോമ്പ് എടുക്കാൻ ഏറ്റവും പറ്റിയ മാസമാണ് മുഹറം. അതുകൊണ്ട് തന്നെ മുഹറം മാസം മൊത്തത്തിൽ സുന്നത്ത് നോമ്പ് എടുക്കാൻ തന്നെ പരിശ്രമിക്കുന്ന ആളുകളുണ്ടാകും. ഇനി റമദാൻ മാസം മുഹറത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളെങ്കിലും നോമ്പ് നോൽക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്ന ആളുകളുണ്ടാകും. അതുകൊണ്ട് ആ ദിവസങ്ങളിലെ നോമ്പിന് തടസ്സം വരുന്ന വിധത്തിലുള്ള മറ്റ് ആക്ടിവിറ്റീസുകളൊക്കെ തൽക്കാലം നിർത്തിവച്ചേക്കാം, അതിനെല്ലാം മൊറട്ടോറിയം പ്രഖ്യാപിച്ചേക്കാം എന്ന് സ്വാലിഹ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും. ആ തീരുമാനിച്ചതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പിൽക്കാലത്ത് ശുഭകാര്യങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടാണ് എന്ന് ഏതോ വികൃതി കുട്ടൻ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടാകും. അത്രയേ ഉള്ളൂ. അല്ലാതെ മുഹറം 10ന്റെ ഉള്ളിൽ നല്ല കാര്യമൊന്നും ചെയ്തുകൂടാന്നില്ല. അവിടെ നമ്മൾ നല്ല കാര്യമൊന്നും വേറെ ഇത്തരത്തിലുള്ള ഇബാദത്തിന് മുടക്കം വരുന്ന വിധത്തിൽ, അതിന് വിള്ളലുണ്ടാക്കുന്ന, അതിന് പാര വെക്കണ വിധത്തിൽ ഒന്നും ചെയ്യണ്ടെന്നേ. മറിച്ച് നമ്മൾ പരമാവധി ആ ദിനങ്ങൾ പരമാവധി ഇബാദത്തിന് വേണ്ടി സുന്നത്ത് നോമ്പെടുക്കാൻ, അതേപോലെ തന്നെ മറ്റ് ഹൈറാത്തുകൾ വർദ്ധിപ്പിക്കാൻ, പുണ്യങ്ങൾ കൂട്ടാൻ, തഹജ്ജുദ് നിസ്കാരം സജീവാക്കാൻ, അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. അതല്ലേ ശരി. അതിന് പകരം ഇങ്ങനെ അന്ധവിശ്വാസം ആരോ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് പണ്ഡിതന്മാരെ മേക്കിട്ടാൻ നിൽക്കണ്ട. അത് സുന്നികളുടെ ഒരു വിശ്വാസമൊന്നും പറയണ്ട. മറിച്ച് അതിന്റെ നല്ല അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കുക. നല്ല അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇത്രയുള്ളൂ സംഗതി. മുഹറം 1 ഒരാൾ നിക്കാഹ് നടത്തി, വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. 2 നടത്തി കുഴപ്പമുണ്ടോ? നിക്കാഹ് ശരിയാവില്ലേ? ശരിയാകും. അതുകൊണ്ട് ഒരു കുടുംബജീവിതത്തിന് വല്ല പ്രശ്നം ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നല്ലവരായ ആളുകളുടെ സാന്നിധ്യം നമുക്ക് വേണ്ടേ? അവർ ഈ ദിനങ്ങളിലൊക്കെ നോമ്പൊക്കെ നോറ്റ് പ്രത്യേകം വിവാദത്തിന്റെ ലഹരിയിൽ ഇങ്ങനെ മുഴുകി നിൽക്കുമ്പോൾ നിന്റെ നിക്കാഹിനും അതേപോലെ തന്നെ അവിടുത്തെ ഫുഡിനും ഒന്നും വരാൻ അവരെ കിട്ടൂല. അതുകൊണ്ട് അവരെ കൂടി സംബന്ധിപ്പിച്ച ബർക്കത്ത് നിനക്ക് വേണ്ടേ? അതുകൊണ്ട് മുഹറം 10 കഴിഞ്ഞിട്ട് നടത്തിയാൽ മതി. ഈ അർത്ഥത്തിൽ ഇത് മനസ്സിലാക്കിയാൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ അതിന്റെ സംഭവം വന്നതും. മനസ്സിലായോ? അല്ലാതെ മുഹറം 1 മുതൽ 10 ദിവസം ഒന്നും ചെയ്യാൻ പാടില്ല. മുഹറം മാസം മറിഞ്ഞു കണ്ടാൽ ആകെ പ്രശ്നമാണ്. മുഹറം 10ന്റെ അന്ന് ചില പ്രത്യേകമായിട്ടുള്ള നോമ്പും അതേപോലെ തന്നെ സ്ഥിരപ്പെട്ട പുണ്യങ്ങൾ വർദ്ധിപ്പിക്കലും അല്ലാത്ത വേറെന്തൊക്കെയോ സംഗതികളുണ്ട് എന്നൊന്നും പറയുന്നത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ മുഹറം മാസം മൊത്തത്തിൽ സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള മാസമാണ്. സാധിക്കുന്നവരൊക്കെ ആ തരത്തിലുള്ള നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു പുതുവർഷത്തിലെ ഫസ്റ്റ് മാസത്തെ ആത്മീയമായ അനുഭൂതിയിൽ ലയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്തണം. കാരണം എന്താ? തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവുക എന്ന് പറയുന്ന ഒരു സ്വാഭാവികമായ പര്യവസാനം അതിനുണ്ടാകും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. തുടക്കം നന്നായാൽ ഒടുക്കം എന്താകും? നന്നാകും. അപ്പൊ നമ്മളെ വർഷത്തിന്റെ തുടക്കമാണ് മുഹറം. അതുകൊണ്ട് തന്നെ മുഹറം മാസം നമ്മൾ നന്നായി ആരാധനകളിൽ മുഴുകുക. നോമ്പ് എന്നത് അതിന് സ്പെഷ്യലായിട്ട് പറയുന്ന ഒരു സംഗതിയാണ്. നോമ്പ് മാത്രമല്ല, ഏത് പുണ്യകർമ്മങ്ങളും പരമാവധി സജീവാക്കുക. ഖുർആൻ പാരായണം കൂട്ടുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, ഖൈറാത്തുകളെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുക. ഇത് മുഹറത്തിൽ മൊത്തത്തിൽ ചെയ്യണം. ആദ്യത്തെ 10 ദിനം, മുഹറത്തിലെ ആദ്യത്തെ 10 ദിനം ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട 10 ദിനങ്ങൾ തന്നെയും ആണ്. കാരണം എന്താ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേപോലെ തന്നെ മറ്റു മഹത്തുക്കൾ അവരൊക്കെ നമുക്ക് 3 10കളെ കുറിച്ച് പ്രത്യേകം പാഠം തന്നിട്ടുണ്ട്. മുഹറത്തിൽ ആദ്യത്തെ 10,
ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10, വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10. മഹാനായ ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു തന്റെ ലതായിഫിൽ രേഖപ്പെടുത്തുന്നത് കാണാം. 3 10കളെ സാലിഹീങ്ങൾ പ്രത്യേകം പരിഗണിച്ചിരുന്നു. ആ 3 10കളിൽ മുഹറത്തിൽ ആദ്യത്തെ 10 ദിനം, ആദ്യത്തെ 10 ദിനം സുന്നത്ത് നോമ്പിന് സജീവമായിട്ട് നമ്മൾ ഇടപെടുക. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനം, അതിൽ 9 ദിവസവും സുന്നത്ത് നോമ്പുമായിട്ട് സജീവമായിട്ട് ബന്ധപ്പെടുക. 10ന്റെ അന്ന് പെരുന്നാൾ നിസ്കാരം മറ്റു ഇബാദത്തുകളൊക്കെ ആയിട്ട് അങ്ങനെ 10 ഉപയോഗപ്പെടുത്തുക. റമദാനിലെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ വരെ പ്രതീക്ഷിക്കാവുന്ന ദിനങ്ങളായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതും ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ മുഹറത്തിലെ മാസത്തെ മൊത്തത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സജീവാക്കണം. അതോടൊപ്പം മുഹറത്തിൽ ആദ്യത്തെ 10 ദിനങ്ങൾ നന്നായി പരിഗണിക്കണം. ഒന്നുകൂടി സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞാൽ മുഹറത്തിലെ 10ാം ദിനം ആശൂറ, മുഹറം 10ാമത്തെ ദിവസം, അന്നത്തെ ദിവസത്തെ പ്രത്യേകം നോമ്പുകൊണ്ട് നമ്മൾ ആദരിക്കണം. എന്നാൽ മുഹറം 10ന് മാത്രമാക്കി നോമ്പ് ചുരുക്കാതെ 11നും 9നും കൂടെ നോമ്പെടുക്കുന്നത് പ്രത്യേകം പരിഗണിക്കണം. 9ന് നോമ്പ് എടുക്കാത്ത ആളാണെങ്കിൽ എന്തായാലും 10ന് മാത്രം എടുത്ത് നിർത്താതെ 11നും കൂടെ എടുക്കുന്നതിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താ? ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തനബി പറഞ്ഞതായി, ഖാലിഫുൽ യഹൂദ, നിങ്ങൾ യഹൂദികളോട് എതിരാവണം. സൂമു യൗമൻ ഖബലഹു ഔ യൗമൻ ബഅദഹു. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഹറം 10ന് മാത്രം നോമ്പെടുത്ത് നിർത്തരുത്. യഹൂദികളും മുഹറം 10ന് ബഹുമാനിക്കുന്നുണ്ട്, അവര് നോമ്പെടുത്തിരുന്നു. അതുകൊണ്ട് നിങ്ങൾ 10ന് മാത്രം നോമ്പെടുത്തിട്ട് അവരോട് താദാത്മ്യം പ്രാപിക്കുന്ന ശൈലി ഉണ്ടാവരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? അന്ന് കുറച്ചുകൂടി യഹൂദികൾ മുഹറം 10ന് നോമ്പെടുക്കുന്നുണ്ടാവുകൊണ്ട് അന്ന് നമ്മൾ നോമ്പെടുക്കണ്ടെന്നല്ല. ഇപ്പൊ നമ്മളാണ്ട് ചില ആളുകൾ പറയുന്നത് ഷിയാക്കൾ മുഹറം 10 ബഹുമാനിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ മുഹറം 10 ബഹുമാനിക്കേണ്ടെന്നുണ്ടോ? ഇല്ല. ഷിയാക്കൾ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണം എന്ന പേരിൽ എന്തൊക്കെയോ അവർ കാട്ടിക്കൂട്ടുണ്ട്, ആഭാസങ്ങൾ. ആ ആഭാസങ്ങളൊന്നും ഇസ്ലാം അംഗീകരിച്ചതല്ല. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണം നമ്മൾ നടത്തിയാൽ ആ അനുസ്മരണത്തെ ആക്ഷേപിക്കാൻ ഷിയാക്കളോട് നമ്മൾ എന്ത് ചെയ്തു? സമമായി എന്തു പറഞ്ഞ് ആക്ഷേപിക്കുന്ന ബിദ്അത്തുകാർക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട് എന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിസ്മരിക്കരുത്. മുത്തുനബിന്റെ പേരക്കുട്ടിയാണ്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 2 പൊന്നു മക്കളെ എങ്ങനെ ആണ് നെഞ്ചേറ്റിയത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആ 2 കുട്ടികൾ അവർക്ക് റസൂൽ കൊടുത്ത കെയർ എത്രയാ എന്ന് നമുക്കറിയാമല്ലോ. സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളിലുള്ള യൂത്തിന്റെ ലീഡേഴ്സാണ്, സ്വർഗത്തിലെ യുവാക്കളുടെ ലീഡർമാരാണ്, നേതാക്കന്മാരാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ നാവുകൊണ്ടല്ലേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും പുകഴ്ത്തി പറഞ്ഞത്. ആ കൂട്ടത്തിൽപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് നടന്ന മുഹറം 10, ആ മുഹറം 10ന് മഹാനവറുകളെ അനുസ്മരിക്കുകയും അവരുടെ പേരിൽ ഫാത്തിഹ ഓതാനോ യാസീൻ ഓതാനോ എന്നിട്ട് അവർക്ക് ഹദിയ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പേരിൽ വല്ല സദഖയും ചെയ്യാനോ ഒക്കെ വിശ്വാസികൾ ശ്രമിച്ചാൽ ആ ശ്രമത്തെ ഷിയാക്കളായി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന സാധുക്കൾ കഥയില്ലാത്തവരാണ് എന്ന് ഞാൻ പറയും. എന്തുകൊണ്ട്? മുഹറം 10ന് നോമ്പെടുത്തതിനെ പറ്റിയെന്നപ്പോൾ ആൾക്കാർക്ക് പറഞ്ഞൂടെ എന്ത് യഹൂദികളായി? അങ്ങനെ ഉണ്ടോ? ഇല്ല. മറിച്ച് അവരുടെ നിലപാടിനോട് നമ്മൾ ഒക്കാൻ പാടില്ല എന്നാണ്. അവിടെ തന്നെ മുത്തനബി പറഞ്ഞു, ഖാലിഫുൽ യഹൂദ, യഹൂദികളോട് നിങ്ങൾ എതിരാവണം. സൂമു യോമൻ ഖബലഹു യോമൻ ബഅദഹു. മുഹറം 10ന് മുമ്പ് ഒരു ദിവസം നോമ്പെടുക്കണം. അപ്പൊ 9ന് ഔ യോമൻ ബഅദഹു, 9ന് പറ്റിയില്ലെങ്കിൽ 11ന് എടുക്കണം. ഫതുൽ മുഈനിൽ മഖ്ദൂം തങ്ങൾ പറഞ്ഞു, ബൽ വൈൻ സാമഹു, 9ന് നോറ്റാലും 11ന് നോമ്പ് സുന്നത്ത് തന്നെയാണ്. ലി ഖബരിൻ ഫീഹി, 11ന് നോമ്പ് നോൽക്കണം എന്ന് സെപ്പറേറ്റ് ആയിട്ട് നോമ്പുണ്ട് എന്ന് പറയുന്ന ഹദീസ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മുഹറം 9, 10, 11 നോമ്പ് സുന്നത്തുള്ള ദിനങ്ങൾ തന്നെയാണ്. മുഹറത്തിൽ അതിന്റെ മുമ്പുള്ള ദിവസങ്ങളും നോമ്പിന് വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ നോമ്പുമായൊക്കെ നന്നായിട്ട് ബന്ധപ്പെടണം. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ തന്റെ ഇർഷാദുൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ആശൂറ ദിനം അഥവാ മുഹറം 10 എന്ന് പറയുന്ന ദിവസം, ആ ദിവസം വലിയ പ്രാധാന്യമുള്ള ദിവസമാണ്. ആ ദിവസത്തിന്റെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളുകയും ആ ദിവസത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കുകയും വേണം. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ എന്നിട്ട് അവിടെ രേഖപ്പെടുത്തുകയാണ്,
ഫളലു ആശൂറ, ഖാത്തിമത്തുൻ ഫി ഫളലി ആശൂറ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഇർഷാദുൽ ഇബാദിൽ പറയുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം നസായി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം തുർമുദിയും ഇമാം അഹ്മദും റളിയല്ലാഹു അൻഹു ഇമാം ദാരിമിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസ്. എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻ കുന്ത സായിമൻ ബഅദ ശഹ്രി റമളാൻ ഫസുമിൽ മുഹറമ, റമളാന് ശേഷം നോമ്പ് നോൽക്കുന്നുണ്ടെങ്കിൽ മുഹറം മാസം നോമ്പ് നോറ്റോ ഫഇന്നഹു ശഹ്റുല്ലാഹ്. കാരണം മുഹറം എന്ന് പറയുന്നത് അള്ളാന്റെ മാസമാണ്. അള്ളാന്റെ മാസം എന്ന അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞതിനെ പറ്റി ബഹുമാനപ്പെട്ട ഇബ്നു റജബിൽ ഹംബലി തന്റെ ലതായിഫിൽ രേഖപ്പെടുത്തുന്നത് കാണാം. വഖദ് സമ്മൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഹറമ ശഹ്റല്ലാഹ്, മുഹറം മാസത്തിന് നബി തങ്ങൾ പേര് പറഞ്ഞത് അള്ളാന്റെ മാസം എന്നാണ്. വ ഇളാഫത്തുഹു ഇലല്ലാഹി, അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞത് തദുല്ലു അലാ ശറഫിഹി വ ഫളലിഹി, ആ മാസത്തിന്റെ മഹത്വവും പ്രത്യേകതയും തെളിയിക്കുന്നതാണ്. കാരണം ഫഇന്നല്ലാഹ തആല, അല്ലാഹു തആല ലാ യുളീഫു ഇലൈഹി, അവനിലേക്ക് ചേർത്തു പറയുന്നില്ല ഇല്ല ഹവാസ മഖ്ലൂഖാതിഹി, അവന്റെ പടപ്പുകളിൽ നിന്ന് അവൻ പ്രത്യേകത നൽകിയവരെ അല്ലാതെ, അള്ളാഹു പ്രത്യേകത നൽകിയ വസ്തുക്കളോ അല്ലെങ്കിൽ അള്ളാഹു പ്രത്യേകത നൽകിയ വ്യക്തികളോ പ്രത്യേകം സെലക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കല്ലാതെ അള്ളാഹുലേക്ക് അവൻ ചേർത്തു പറയാറില്ല. കമാ നസബ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്ഹാഖ് അലൈഹിസ്സലാം വയാഖൂബ് അലൈഹിസ്സലാം വഗൈറഹും അലൈഹിമുസ്സലാം മിനൽ അംബിയാഇ ഇലാ ഉബൂദിയ്യതിഹി വനസബ ഇലൈഹി ബൈതഹു വനാഖതഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ അടിമ, എന്റെ അടിമ എന്ന അർത്ഥത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനെയും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെയും മറ്റു പല നബിമാരെയും അള്ളാഹു തന്റെ അടിമ എന്ന അർത്ഥത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ തന്നിലേക്ക് ചേർത്തുകൊണ്ട് തന്റെ അടിമ എന്ന്, അതായത് എനിക്ക് അടിമപ്പണി എടുക്കുന്നതിൽ വിജയിച്ചിട്ടുള്ള മഹത്തുക്കൾ എന്ന ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ആണെന്ത് അള്ളാഹു തആല ആ നബിമാർക്ക് നൽകിയത്. അത് അവർക്കുള്ള ആദരവാണ്. എന്നതുപോലെ അള്ളാന്റെ മാസം എന്ന് ഈ മുഹറം മാസത്തെ പരിചയപ്പെടുത്തുന്നത് ആ മാസത്തിനുള്ള ആദരവാണ്. ഏതുപോലെ അള്ളാഹു തആല തന്റെ കഅബത്തെ തന്നിലേക്ക് ചേർത്ത് പറഞ്ഞില്ലേ, ബൈത്തിയ, എന്റെ വീട് എന്ന് കഅബയെ അള്ളാഹു തആല പറഞ്ഞില്ലേ. അതുപോലെ തന്നെ സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകത്തെ നാഖത്തല്ലാഹി, അള്ളാന്റെ ഒട്ടകം എന്ന് പറഞ്ഞില്ലേ. അതൊക്കെ ആ വസ്തുക്കൾക്ക്, ആ ജീവികൾക്കൊക്കെയുള്ള അല്ലെങ്കിൽ ആ സാധനങ്ങൾക്കൊക്കെയുള്ള മഹത്വമാണ്. എങ്കിൽ ആ മഹത്വമുള്ള മുഹറമിൽ നോമ്പെടുക്കണം. കാരണം അത് അള്ളാന്റെ മാസമാണ്. ഫീഹി യൗമുൻ താബല്ലാഹു അലാ ഖൗമിൻ, ഒരു സമൂഹത്തിന്റെ മേൽ അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ച ഒരു ദിവസം ഉണ്ടാകും മുഹറമിൽ. മുഹറം മൊത്തത്തിൽ ബഹുമാനമുള്ളതാണ്. കാരണം ആ മുഹറമിൽ ഒരു ദിനമുണ്ട്. ആ ദിവസത്തിന്റെ മഹത്വം ആ മാസത്തിന് തന്നെ അള്ളാഹു തആല അതിന്റെ കാരണത്താൽ നൽകുന്നുണ്ട് എന്നർത്ഥം. ആ ദിവസത്തിൽ എന്താ നടക്കുന്നത്? താബല്ലാഹു അലാ ഖൗമിൻ, ഒരു കൂട്ടം ആളുകളുടെ മേൽ അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചിട്ടുണ്ട്. വയതൂബു അലാ ആഖരീൻ, മറ്റൊരു കൂട്ടത്തിന്റെ മേൽ ഇനി അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കാനും പോകുന്നുണ്ട്. അപ്പൊ മുമ്പ് തൗബ സ്വീകരിച്ച മഹാന്മാരുടെ നല്ലവരുടെ ചരിത്രം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജീവിക്കുന്നവർക്കും ആ ദിവസത്തിന്റെ ബെനിഫിറ്റ് എന്ന നിലക്ക് തൗബ സ്വീകരിച്ചുകൊണ്ടും അവരെ നന്നായി അള്ളാഹു പരിഗണിച്ചുകൊണ്ടും ഒക്കെ ആദരിക്കുന്ന സന്ദർഭങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ചിന്തിച്ചു നോക്കൂ, എന്തൊരു അംഗീകാരമാണ്. അപ്പൊ മുഹറം മാസം പൊതുവിൽ നമ്മൾ വലിയ സന്തോഷത്തോടെ സ്വീകരിക്കണം. അതിലെ 10 എന്ന് പറയുന്ന ആശൂറാ ദിനം വലിയ ആത്മീയമായ അനുഭൂതിയോടുകൂടെ തന്നെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. നോക്കൂ, ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് മഖ്ദൂം തങ്ങളുടെ തന്റെ ഇർഷാദുൽ ഇബാദിൽ ഉദ്ധരിക്കുന്നു. എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീന, മുത്തുനബി മദീനയിൽ വന്നു. മദീനയിൽ വന്നപ്പോൾ വജദൽ യഹൂദ സിയാമൻ യൗമ ആശൂറാ, യഹൂദികൾ മുഹറം 10 അന്ന് നോമ്പെടുക്കുന്നതായിട്ട് റസൂലുള്ളാഹിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മുഹറം 10 യഹൂദികൾ നോമ്പെടുക്കുന്നത് മുത്തുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി തങ്ങൾ അവരോട് ചോദിച്ചു, മാ ഹാദൽ യൗമുല്ലദീ തസൂമൂനഹു, നിങ്ങൾ ഇന്ന് നോമ്പെടുക്കുന്ന ഈ ദിനത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഫഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അളീം, ഇതൊരു മഹത്തായ ദിനമാണ്. അൻജല്ലാഹു ഫീഹി മൂസ വ ഖൗമഹു, മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും തന്റെ ജനതയെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിനമാണിത്. വഗറഖ ഫിർഔന വ ഖൗമഹു, ഫറോവയെയും അവന്റെ ആളുകളെയും അള്ളാഹു ചെങ്കടലിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്ത ദിനമാണിത്. സത്യത്തിന്റെ വിജയവും
അസത്യത്തിന്റെ പരാജയവും അല്ലാഹു തആല ഉറപ്പാക്കിയ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണിത്. എന്നിട്ടോ ഫസാമഹു മൂസ ശുക്ര, അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന് നന്ദിയായിക്കൊണ്ട് ആ ദിവസം നോമ്പെടുത്തിട്ടുണ്ട്. ഫനഹനു നസൂമുഹു, ഞങ്ങളും ആ ദിവസം നോമ്പെടുക്കുകയാണ് എന്ന് യഹൂദികൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യഹൂദികൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനും അനുയായികൾക്കും ഒരു സന്തോഷം ലഭിച്ച ദിനം, അത് ഒരു മുഹറം 10 അന്നാണ് കഴിഞ്ഞുപോയത്. ഇനി വരാനിരിക്കുന്ന മുഹറം 10 ആ ദിനത്തിന്റെ അനുസ്മരണവുമായിട്ട് അവർ നടക്കുന്നത് കണ്ടപ്പോ മുത്തുനബി പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഫനഹ്നു അഹഖു വഔലാ ബിമൂസാ മിൻകും. വിവിധ റിവായത്തുകളുണ്ട് വിഷയത്തിൽ. അതിൽപ്പെട്ട ഒരു റിവായത്താണ് പറഞ്ഞത് ഫനഹ്നു അഹഖു വഔലാ ബിമൂസാ മിൻകും, എങ്കിൽ ഞങ്ങളാണ് മൂസാ നബിയോട് നിങ്ങളെക്കാളും ബന്ധമുള്ളതും കടപ്പാടുള്ളതും ഞങ്ങൾക്കാണ്. കാരണം മൂസാ നബിയുടെയും ഞങ്ങളുടെയും ആദർശമാണ് വാസ്തവത്തിൽ ചേർന്നു പോകുന്നത്. നിങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒറിജിനലായ ആദർശത്തിൽ ഒരുപാട് വെള്ളം ചേർത്തിട്ടുള്ളവരാണ്. ദുർവ്യാഖ്യാനത്തിലൂടെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സന്ദേശങ്ങളെ അങ്ങേയറ്റം വികൃതമാക്കിയവരാണ് നിങ്ങൾ. അതേസമയത്ത് ഞങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാം പ്രബോധനം ചെയ്ത മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പോളിസി ശരിയായി ഉൾക്കൊള്ളുന്നവരാണ്. എങ്കിൽ ആദർശപരമായി മൂസാ നബിയോട് ബന്ധം ഞങ്ങൾക്കല്ലേ? അതുകൊണ്ട് മൂസാ നബി രക്ഷപ്പെട്ടതിനുള്ള സന്തോഷം ഞങ്ങളല്ലേ രേഖപ്പെടുത്തേണ്ടത്? അങ്ങനെ ഫസാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅമറ അസ്ഹാബഹു ബിസിയാമിഹി, നബിതങ്ങൾ മുഹറം 10 നോമ്പെടുക്കുകയും അതോടൊപ്പം തന്നെ മുഹറം 10 നോമ്പെടുക്കാൻ സഹാബത്തിനോട് പറയുകയും ചെയ്തു എന്ന്. എന്നിട്ട് ആ മുഹറം 10 നോമ്പെടുക്കുന്നതിന്റെ മഹത്വം എന്താണ് എന്ന ചോദ്യത്തിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് മഖ്ദൂം തങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നു. എന്താണ്? അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയാണ്, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സിയാമി യൗമി ആശൂറ, മുഹറം 10 നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, മുഹറം 10 നോമ്പിന്റെ മഹത്വം എന്താണ് എന്ന്. ഫഖാൽ, അപ്പൊ തങ്ങൾ പറഞ്ഞു, യുകഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞ ഒരു വർഷത്തെ ദോഷം പൊറുപ്പിക്കുന്ന വലിയ പ്രാധാന്യമുള്ള മാസമാണ് മുഹറം 10 എന്ന്, ദിവസമാണ് മുഹറം 10 എന്ന്. അപ്പൊ നോക്കൂ, ഒരു കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കാൻ മാത്രം പര്യാപ്തമായ ഒരു ദിവസമാണ് മുഹറം 10. അതുകൊണ്ട് ആ ദിവസത്തെ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. എന്നാൽ നമ്മൾ 10 മാത്രം നോമ്പ് ലിമിറ്റ് ചെയ്തുകൊണ്ട് യഹൂദികളോട് സാമ്യപ്പെടരുത്. അതുകൊണ്ട് തന്നെ ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസ് മഖ്ദൂം തങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നു, സൂമു താസിഅ വൽ ആശിർ വലാ തശബ്ബഹു ബിൽ യഹൂദ്, മുഹറം 9ഉം 10ഉം നിങ്ങൾ നോമ്പെടുക്കുകയും യഹൂദികളോട് സാമ്യപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും വേണം എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ റസൂലുള്ളാഹിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഹറം 10നെ ആദരവോടുകൂടെ കണ്ടിട്ടുള്ള ആളുകൾക്ക് വലിയ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് മഖ്ദൂം തങ്ങൾ പറയുന്നു, മുഹറം 10ന്റെ ആദരവ് അംഗീകരിച്ച് നോമ്പെടുക്കുന്നവർ ആരുമാത്രമല്ല, മനുഷ്യന്മാരും വിശ്വാസികളും മാത്രമല്ല, മറിച്ച് എന്താണ്, ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്, മിൻ അഅജബി മാ വറദ ഫീ ആശൂറ അന്നഹു കാന യസൂമുൽ വുഹൂശ് വൽ ഹവാം, ഹിംസ്ര ജന്തുക്കൾ, കാട്ടിലെ ജീവികളും അതേപോലെ തന്നെ മറ്റ് പ്രാണികളെ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ, ജീവികളൊക്കെ മുഹറം 10 നോമ്പെടുക്കാറുണ്ട്. എന്താ കാരണം? മഹാനായ ഫതഹ് ബിൻ ശഖറഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഉറുമ്പുകൾക്ക് റൊട്ടി ഇങ്ങനെ കഷ്ണിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എല്ലാ ദിവസവും ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അങ്ങനെ ഫലമാക്കാണ് യൗമു ആശൂറ അലം തഅകുൽഹു, മുഹറം 10 ഭക്ഷണം കൊടുത്തു നോക്കുമ്പോ ആ ഉറുമ്പുകൾ കഴിക്കുന്നില്ല വൈകുന്നേരം വരെ. അപ്പൊ അന്നത്തെ ദിവസം അവർക്ക് വരെ ആ ദിവസത്തിന്റെ ആദരവും ബഹുമാനവും പരിഗണിച്ചുകൊണ്ട് നോമ്പെടുക്കുക എന്ന ചിന്ത അവർക്ക് വരെ ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷം നോമ്പെടുക്കുന്നതിന്റെ കൂലി അല്ലാഹു തആല ഒരൊറ്റ ദിവസത്തെ നോമ്പിന് നൽകുന്നത്. ആ മുഹറം 10 അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നമ്മോട് നിർദ്ദേശിക്കുന്ന ഒന്ന് നോമ്പാണ്. വേറൊരു സംഗതി ഹദീസിലൊക്കെ വന്നിട്ടുള്ളത് എന്താണ്? മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മസ്സഅല അയാലിഹി യൗമ ആശൂറ, മുഹറം 10 അന്ന് ആരെങ്കിലും തന്റെ ആശ്രിതർക്ക് വിശാലത ചെയ്തു കൊടുത്താൽ, ഭക്ഷണത്തിലും മറ്റുമൊക്കെ അവർക്ക് വിശാലത ചെയ്തു കൊടുത്താൽ,
വസ്സഅല്ലാഹു അലൈഹി ഫീ സനതിഹി കുല്ലിഹാ, ആ വർഷം മുഴുവനും അല്ലാഹു തആല അവന് വിശാലത നൽകും എന്ന് വന്നിട്ടുണ്ട് എന്ന് മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജറബനൽ അമല ബിഹാദൽ ഹദീസ് 50 സനത്തൻ ഔ 60 സനത്തൻ ഫവജദ്നാഹു കദാലിക. 50 കൊല്ലം അല്ലെങ്കിൽ 60 കൊല്ലം നമ്മൾ ഇത് പരിശോധിച്ചിട്ടുണ്ട്. മുഹറം 10 കുട്ടികൾക്കും അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും വിശാലത ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട എല്ലാ സന്തോഷങ്ങളും കൊടുക്കുക, ഭക്ഷണത്തിൽ വിശാലത കൊടുക്കുക, അതേപോലെ തന്നെ അവർക്ക് മറ്റാവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ അവർക്ക് സന്തോഷം നൽകുന്ന പണി മുഹറം 10 എടുത്താൽ ആ കൊല്ലം മുഴുവനും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത ചെയ്തു തരും. അതേസമയത്ത് ആ ദിനത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടവരെ പരിഗണിക്കാതിരിക്കുകയോ ആ ദിനത്തിൽ ആദരിക്കേണ്ടവർക്ക് ആദരവ് കൊടുക്കാതിരിക്കുകയോ ചെയ്താൽ അതിന്റെ നഷ്ടം പരിഹരിക്കാനാവാത്ത വിധത്തിൽ ഗുരുതരമായിരിക്കും എന്നും ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഇവിടെ ഒരു സംഭവം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഒരു സംഭവം. എന്താണത്? മഹാനായ അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹു പറയാണ്, റിയ്യ് എന്ന സ്ഥലത്ത് ഒരു ധനികനായ ഖാളി ഉണ്ടായിരുന്നു. ആള് ഖാളിയരാണ്, അതോടൊപ്പം തന്നെ നല്ല പൈസക്കാരനാണ്. അങ്ങനെ ഒരു ഫഖീർ, ഒരു ദരിദ്രനായ മനുഷ്യൻ ഒരു മുഹറം 10 അന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു, ഖാളിയുടെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു, അഅ്സല്ലാഹുൽ ഖാളിയ, ഈ ഖാളിനെ അല്ലാഹു തആല വലിയ പ്രൗഢിയിലെത്തിക്കട്ടെ. അന റജുലും ഫഖീറും ദു അയാലി, കുറെ മക്കളുള്ള ദരിദ്രനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ വന്നത് ഈ മഹത്തായ ദിനത്തിന്റെ അഥവാ മുഹറം 10 ബഹുമാനം പരിഗണിച്ച് നിങ്ങൾ എനിക്ക് 10 മന്ന് റൊട്ടി, ഒരളവാണ്, 10 മന്ന് റൊട്ടി, അതേപോലെ തന്നെ 5 മന്ന് മാംസം, അതുപോലെ 2 ദിർഹം, ഇതൊക്കെ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, തരണം. ഈ ദിവസത്തിന്റെ ബഹുമാനം പരിഗണിച്ച് ഇത്രയും ആവശ്യം എന്റെ മുന്നിലുണ്ട്, അതുകൊണ്ട് അത് നിങ്ങൾ തന്ന് സഹായിക്കണം എന്ന് ഈ ഖാളിയനോട് പറഞ്ഞു. അപ്പൊ ഖാളിയർ പറഞ്ഞു, ഈ ളുഹറിന്റെ നേരത്ത് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ളുഹറിന്റെ നേരത്ത് ചെന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ അസറിന്റെ നേരത്ത് വരാൻ പറഞ്ഞു. അസറിന്റെ നേരത്ത് വന്നപ്പോ ഒന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല, വളരെ വിഷമത്തോടുകൂടെ അയാൾ ഇറങ്ങിപ്പോയി. വളരെ മനസ്സ് പൊട്ടിയിട്ട് സങ്കടത്തോടുകൂടി, ഇയാൾ തരില്ലെങ്കിൽ നേരത്തെ തന്നെ തരില്ല എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ വളരെ പരിഹാസത്തോടുകൂടെ അയാൾ ചെയ്തപ്പോൾ വളരെ വിഷമത്തോടുകൂടെ പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം അലക്ഷ്യമായി ഇങ്ങനെ നടക്കുമ്പോൾ മർറബി നസ്റാനിയിൻ ജാലിസിൻ ബി ബാബിദാരിഹി, സ്വന്തം വീടിന്റെ വാതിലിന്റെ അടുത്തിരിക്കുന്ന ഒരു നസ്റാനിയുടെ അടുത്തുകൂടെ അദ്ദേഹം നടന്നു പോവുകയാണ്. നടന്നു പോയപ്പോ ആരോടും ചോദിക്കാൻ, ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറയല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമുള്ളത് ഇത്രയാണ്, ആരോടെങ്കിലും ചോദിക്കാലോ എന്നുള്ള നിലക്ക് അയാളെ കണ്ടപ്പോ, അയാൾ നസ്രാനിയാണോ മുസ്ലിമാണോ എന്നൊന്നും നോക്കിയിട്ടൊന്നുമല്ല, അയാൾ എന്ത് ചെയ്തു, ആ നസ്രാനിയോട് ചോദിച്ചു, ബിഹഖി ഹാദൽ യൗമി അഅ്തിനി ശൈആ, ഈ ദിവസത്തിന്റെ മഹത്വം പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരണം എന്ന്. അദ്ദേഹത്തോട് പിന്നെ സംഖ്യ ഒന്നും പറഞ്ഞില്ല, വിഷയത്തിന്റെ ക്വാണ്ടിറ്റി ഒന്നും അവതരിപ്പിച്ചില്ല, എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. അപ്പൊ നസ്രാനിയായ മനുഷ്യൻ, അയാൾക്ക് ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിയില്ല. അയാൾ ചോദിച്ചു, മഹാദല്യവും, എന്താണ് ഈ ദിവസത്തിന്റെ മഹത്വം, പ്രത്യേകത എന്താണ്, ഇന്നത്തേക്കില്ലാത്ത എന്ത് പവറാണ് ഇതിനുള്ളത്? അപ്പൊ മുഹറം 10 ചില പ്രത്യേകതകൾ അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തപ്പോൾ നസ്രാനി പറഞ്ഞു, ഉദ്കുർ ഹാജത്തൊക്കെ, നിന്റെ ആവശ്യം എന്താണെങ്കിൽ പറഞ്ഞോ, നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളതെങ്കിൽ പറഞ്ഞോ എന്ന് പറഞ്ഞു. ഫഖദ് അഖസംത ബി അലീമിൽ ഹുർമ, കാരണം നീ വലിയ ആദരവുള്ളൊരു സംഗതി മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ കെയർ ഓഫിലാണ് ആണയിട്ട് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെയാണ്, ആദരവ് ഉള്ളവരെ മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ കെയർ ഓഫിൽ ഒരു കാര്യം ചോദിച്ചാൽ തലച്ചോറുള്ളവരെ നിരാകരിക്കൂല. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂതിനെ കാട്ടിടും, നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന എന്ന് നമ്മൾ പറയല്ലേ, ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണേ യാ റബ്ബന. മഹാന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട്, മഹത്വമുള്ളതിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ആവശ്യം ഉന്നയിക്കുക എന്ന രീതി അത് പരിഗണിക്കപ്പെടേണ്ടതാണ് മാന്യന്മാരുടെയും സൗഭാഗ്യമുള്ളവരുടെയും മുന്നിൽ. അപ്പൊ ആ സ്വഭാവം ഇയാൾ ഇവിടെ കാണിക്കുകയാണ്. ഈ നസറാനി പറയാണ്, ഒരു ബഹുമാനമുള്ള ദിവസം മുന്നിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ എന്നോട് സംഗതി ആവശ്യപ്പെട്ടത്, അതുകൊണ്ട് നിനക്ക് എന്താണ് ആവശ്യമെങ്കിൽ പറഞ്ഞോ, അത് ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം നേരത്തെ കാതേരത്ത് പറഞ്ഞ മാതിരി റൊട്ടിയുടെയും അതേപോലെ തന്നെ മാംസത്തിന്റെയും ദിർഹമിന്റെയും കണക്ക് പറഞ്ഞു, ഇത്രയും എനിക്ക് ആവശ്യമുണ്ട് എന്ന്. എന്നാൽ അദ്ദേഹം അതിൽ നിർത്താതെ അദ്ദേഹത്തിന് അതിന്റെ എത്രയോ ഇരട്ടി
പിന്നെ മാംസവും അതേപോലെ തന്നെ റൊട്ടിയും 2 ദിർഹം ചോദിച്ചതിന് 20 ദിർഹമും കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു ഹാദാ ലക വലി അയാലിക മാ ദുംതു ഹയ്യൻ ഫീ കുല്ലി ശഹ്റിൻ കറാമത്തൻ ലിഹാദൽ യൗം. നിനക്ക് ഈ മാസം മാത്രമല്ല ഇനി എല്ലാ മാസത്തിലും ഇതുപോലത്തെ ഒരളവ് ഞാൻ തരും നിനക്കും നിന്റെ കുടുംബത്തിനും. എന്താ ഈ മാസത്തെ ബഹുമാനം, ഈ ദിവസത്തെ ബഹുമാനിച്ചുകൊണ്ട് എല്ലാ മാസവും നിനക്ക് റേഷൻ ഇതേ അളവിന് ഞാൻ തന്നിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം. അങ്ങനെ ദരിദ്രനായ മനുഷ്യൻ വലിയ സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഫലമ്മാ ജന്നൽ ലൈലു വനാമൽ ഖാദി, രാത്രിയായി ഖാദിയുടെ ഉറക്കത്തിലേക്ക് പോയി. അങ്ങനെ ഉറക്കത്തിൽ ഖാദിയാരൊരു സ്വപ്നം കാണുകയാണ്. സമയ ഹാത്തിഫൻ യഖൂലു, അതാ ഒരാൾ വിളിച്ചു പറയുന്നതായിട്ട് കേൾക്കുകയാണ് സ്വപ്നത്തിൽ. എന്താ പറയുന്നത്? ഇർഫറസക്, തല ഉയർത്തടോ എന്ന് ഖാദിയരോട് പറയുന്നു. അങ്ങനെ തല ഉയർത്തി. ഫാബ്സറ ഖസ്റൻ മബ്നിയ്യൻ ബിലബ്നത്തിൻ മിൻ ദഹബിൻ വലബ്നത്തിൻ മിൻ ഫിദ്ദ. കണ്ടോ, വെള്ളിയാൽ നിർമ്മിക്കപ്പെട്ട ഒരു കൊട്ടാരം, സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ട മറ്റൊരു കൊട്ടാരം, അതേപോലെ തന്നെ മാണിക്യം കൊണ്ട് നിർമ്മിച്ച വേറൊരു കൊട്ടാരം, അതിന്റെ പുറത്തുനിന്ന് ഉള്ളിലേക്കും ഉള്ളിന്ന് പുറത്തേക്കും കാണാൻ പറ്റും വിധത്തിലുള്ള അത്രയും പിന്നെ പവറുള്ള ലെങ്കുന്നൊരു കൊട്ടാരം. ഇങ്ങനെ 3 കൊട്ടാരം ഇയാൾ ഇങ്ങനെ കാണുക. അപ്പൊ കണ്ടപ്പോ ചോദിച്ചു, ഇലാഹി പടച്ചോനെ, 2 കൊട്ടാരം, ഈ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ഒരു കൊട്ടാരവും അതേ സമയത്ത് പിന്നെ മാണിക്യം കൊണ്ടുള്ള ഒരു കൊട്ടാരവും. അപ്പൊ അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്നില്ലേ, അപ്പൊ ചോദിച്ചു സ്വപ്നത്തിൽ തന്നെ, ഇലാഹി മാഹാദാനിൽ ഖസ്റാൻ, ഈ 2 കൊട്ടാരം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹത്തിന് മറുപടി കിട്ടിയത് ഹാദാനി കാനാലക്ക ലൗ ഖലൈത ഹാജത്തൽ ഫഖീർ, ആ ദരിദ്രന്റെ ആവശ്യം നീ നിർവഹിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഇത് 2 നിനക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ഫലമ്മാ റദത്തഹു സാറലി ഫുലാനിൻ നസ്റാനി, നീ അയാളെ റിജക്ട് ചെയ്തപ്പോൾ ഈ കൊട്ടാരത്തിന്റെ അവകാശിയായിട്ട് ഇന്ന നസ്റാനി വന്നിരിക്കുന്നു എന്ന്. ഈ സ്വപ്നവും കണ്ടുകൊണ്ട് കാലിയറാകെ ബേജാറായി എഴുന്നേറ്റു. എഴുന്നേറ്റപ്പോൾ യുനാദീബിൽ വൈലി വസ്സുബൂർ, എന്റെ നാശമേ നഷ്ടമേ എന്നൊക്കെ അയാൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, വിലപിക്കുന്നുണ്ട്. ചെയ്യേണ്ട നേരത്തെ ചെയ്യാതെ പിന്നെ വിലപിച്ചിട്ട് എന്തു കാര്യം? അയാൾ ഇങ്ങനെ വിലപിച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റു. അങ്ങനെ നേരെ അയാൾ ആ നസ്റാനിയുടെ ഇന്നാലിന്ന നസ്റാനിന്ന് അഡ്രസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ നസ്റാനിയുടെ അടുത്തേക്ക് പോയി. രാവിലെ തന്നെ ചെന്നിട്ട് ചോദിച്ചു, മാതാ ഫഅൽതൽ ബാരിഹത മിനൽ ഖൈരി, അല്ലയോ സഹോദര, എന്ത് നന്മയാണ് നിങ്ങൾ പ്രത്യേകം ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ ഈ നസ്രാനി ചോദിച്ചു, കൈഫ ദാലിക്, അതെന്താ അങ്ങനെ നിങ്ങൾ എന്നോട് ചോദിക്കാൻ കാരണം എന്താ? ഞാൻ എന്ത് നന്മ ചെയ്തതെന്ന് ചോദിക്കാൻ കാരണം എന്താ? അപ്പൊ അദ്ദേഹം ഈ സ്വപ്നത്തിന്റെ കഥ പറഞ്ഞു. എന്നിട്ട് ഖാദിയർ പറഞ്ഞു, യാനിൽ ജമീല മിനൽ ഖൈരി യാനി ബിഅനിൽ ജമീല അല്ലദി അമിൽതഹു മഅൽ ഫഖീർ ബി100,000 ദിർഹം. നിങ്ങൾ ആ സാധുവിന് കൊടുത്ത ആ സമ്പത്തില്ലേ, അതിന് പകരം നിങ്ങൾ ആ സമ്പത്തിന് പകരം നിങ്ങൾക്ക് ഒരു സമ്മാനം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് 1,00,000 ദിർഹം തരാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് ആ നന്മ നിങ്ങൾ എനിക്ക് വിൽക്കണം. ആ സന്തോഷത്തോടെ ഞാൻ കണ്ടേ അത് നിങ്ങൾ എനിക്ക് വിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ നസ്രാനി പറഞ്ഞു, അയ്യുഹൽ ഖാദിയരെ, കുല്ലു മഖബൂലിൻ ഗാലിൻ, സ്വീകരിക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അത് വളരെ വിലപിടിപ്പുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അബീബുദാലിക്കബിൽ കുല്ലിഹ, ഈ ഭൂമി മുഴുവനും ദിർഹം തന്നാലും ഞാൻ നിങ്ങൾക്ക് വിൽക്കൂല, അത് എനിക്ക് തന്നെ വേണം. അപ്പൊ ഖാദിയർ ചൂടായിട്ട് പറഞ്ഞു, തബ്ഖലു അലയ്യ ബിൽ ഖസ്റൈൻ, ഈ 2 കൊട്ടാരം പറഞ്ഞിട്ടാണോ ഈ ഇന്നെ വരട്ടാൻ നോക്കുന്നത്? അതാണ് എനിക്ക് തരില്ല എന്ന് പറയുന്നത്? അൻത ലസ്ത ബി മുസ്ലിം, നീ മുസ്ലിം ഒന്നും അല്ലല്ലോ, മുസ്ലിം അല്ലാത്ത ആൾക്ക് സ്വർഗത്തിലൊന്നും കടക്കാൻ പറ്റൂല. അതുകൊണ്ട് വെറുതെ എന്ത് ചെയ്യണ്ട, അത് ഇവിടുന്ന് കിട്ടണവും കളയണ്ട എന്ന് ഖാദിയർ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം നിലവിലുള്ള മതത്തിന്റെ ചിഹ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വഖാല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വഅന്ന ദീനഹു ഹുവൽ ഹഖ് എന്നൊരൊറ്റ പ്രഖ്യാപനം ഖാദിയരോട് ഇറങ്ങി നടന്നോളാൻ പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ സംഭവം സന്ദർഭങ്ങൾ, പുണ്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ, സൗഭാഗ്യങ്ങൾ വന്നണയുന്ന വേദികൾ, അതൊക്കെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയരുത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഒരു കാര്യവും കൂടെ നമ്മളെ ഉണർത്തി. എന്ത്?
നമ്മൾ ഈ വിശ്വാസത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നവരാകാൻ പാടില്ല എന്നുകൂടി. അതെന്താ? വഅലം അന്നമായ യഫ്അലുഹുന്നാസു യൗമ ആശൂറാ, മുഹറം 10 ജനങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. മിനൽ ഇഗ്തിസാലി, പ്രത്യേക ഒരു കൂലി. മുഹറം 10 ഒരു കൂലിയുണ്ട്, ചിലർ കൂലി മുഹറം 10 കുളിക്കാൻ പാടില്ല എന്നല്ല, മുഹറം 10 ഒരു പ്രത്യേക കുളിയുണ്ട് എന്ന നിലക്കൊരു കൂലി. ഒരു സിയാബിൽ ജൂദി, പുതിയ വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് ഒരു പെരുന്നാൾ പോലെ എന്ന ചിന്ത. അതേപോലെ വലിയ ഇക്തിഹാലി, അന്നൊരു പ്രത്യേക സുർമയിടൽ, വത്തത്തയ്യുബി, ഒരു പ്രത്യേക സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കൽ. അതുപോലെ തന്നെ മൈലാഞ്ചിയിടൽ. അതുപോലെ തന്നെ പിന്നെ പായസം, ആശൂറ പായസം എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ധാന്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള പായസം ഉണ്ടാക്കൽ. അതുപോലെ തന്നെ ചില പ്രത്യേക എണ്ണവും കണക്കൊക്കെ പറഞ്ഞിട്ടുള്ള നിസ്കാരം നടത്തൽ, സാധാരണ ഇല്ലാത്ത അറിയപ്പെടാത്തൊരു നിസ്കാരം നടത്തൽ. അതൊക്കെ ബിദ്അത്തുൻ മദ്മൂമത്തുൻ, ആക്ഷേപാർഹമായ പുതിയ ആചാരങ്ങളാകുന്നു. അതുകൊണ്ട് ഫസുന്നത്തു തർക്കു ദാലിക കുല്ലിഹി, അതെല്ലാം ഒഴിവാക്കലാണ് സുന്നത്ത്. കാരണം ലഅന്നഹു ലം യഫ്അലുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു വലാ അഹദു മിനൽ അഇമ്മത്തിൽ അർബഅത്തി വഗൈരിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സഹാബത്തോ കഴിഞ്ഞ കാല ഇമാമിങ്ങളോ ഒന്നും ചെയ്യാത്തതാണത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ചില ഹദീസുകൾ കാണാം. ആ ഹദീസുകളൊക്കെ ഫക്കദിബുൻ മൗളൂഉൻ, അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ കള്ളവുമാണ്. എന്നാൽ ആ വിധത്തിലുള്ള സംഗതികളെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് മഖ്ദൂം ഇവിടെ രേഖപ്പെടുത്തുന്നു. അതേസമയത്ത് ഈ മുഹറം 10 പൊതുവിൽ സ്ഥിരപ്പെട്ട നന്മകളൊക്കെ സജീവാക്കുക എന്നല്ലാതെ ഇതിനായിട്ട് പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന രീതി ശരിയല്ല. ആ സമയത്ത് കുട്ടികൾക്ക് വിശാലത ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള സംഗതികളെ പ്രത്യേകം പരിഗണിക്കണം എന്നും പറഞ്ഞു. അതുകൊണ്ട് മുഹറം 1 മുതൽ തന്നെ സുന്നത്ത് നോമ്പെടുക്കാൻ ശ്രദ്ധിക്കുന്നതും 9, 10, 11 പറ്റുമെങ്കിൽ എന്തായാലും നോമ്പെടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും, മുഹറത്തിൽ മാസം പൊതുവെ തന്നെ നോമ്പിന് ഉപയോഗപ്പെടുത്തുന്ന നന്മകളുടെ സജീവതയ്ക്ക് വേണ്ടി സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഷഹ്റുൽ ഹറാമി മുബാറക്കുൻ മൈമൂനു വസ്സൗമു ഫീഹി മുളാഅഫുൻ മസ്നൂനു വസവാബു സായിമിഹി ലിവജ്ഹി ഇലാഹിഹി ഫിൽ ഖുൽദി അൻദ മലീകിഹി മഖ്സൂനു. യുദ്ധം ഹറാമായ മാസത്തിൽ നോമ്പെടുക്കുക എന്നത് അങ്ങേയറ്റം അനുഗ്രഹീതവും സ്തുത്യർഹവുമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ പുണ്യങ്ങൾ വളരെ പ്രതിഫലം ധാരാളമായി ഇരട്ടിപ്പിക്കപ്പെട്ട് ലഭിക്കുന്നതാണ്. അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി ഈ മാസത്തിൽ നോമ്പെടുക്കുന്നവർ ശാശ്വതമായ സ്വർഗത്തിൽ അവർക്കുള്ള പ്രതിഫലം പടച്ച തമ്പുരാൻ പ്രത്യേകമായി റിസർവ് ചെയ്യുന്നുണ്ട് എന്ന് ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു തന്റെ ലത്തായിഫിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നല്ല സന്ദർഭത്തെ നന്നായി ഉപയോഗപ്പെടുത്തി പുണ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും കഴിഞ്ഞകാല ജീവിതത്തിന്റെ തെറ്റുകുറ്റങ്ങളുടെ കണക്കെടുപ്പ് നടത്തി പശ്ചാത്താപ മനസ്ഥിതിയോടുകൂടെ പുതിയ ഒരു വർഷത്തിലേക്ക് കാലെടുത്തു വെക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെടുന്ന നല്ല സീസണുകളൊക്കെ ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിച്ചും പരിഗണിച്ചും തന്നെ നമ്മളെല്ലാവരും മുന്നോട്ട് പോവുക. പ്രാർത്ഥനകൾ, അതേപോലെ തന്നെ മറ്റ് ഖൈറാത്തുകൾ വർദ്ധിപ്പിക്കൽ, ഇതെല്ലാം നമ്മൾ സജീവമായി കൊണ്ട് നടക്കുക. കുടുംബത്തിനും അതേപോലെ തന്നെ ആവശ്യമുള്ള ആളുകൾക്കും വിഷമിക്കുന്ന ആളുകൾക്കുമൊക്കെ ആകാവുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ ഈ ദിനങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യങ്ങളായി പരിഗണിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്വാലിഹികളിൽ ഉൾപ്പെടുത്തട്ടെ. ഈ നല്ല ദിനങ്ങളൊക്കെ അർഹമായി ഉപയോഗപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയവരിൽ പഠിച്ചവൻ നമ്മളെ പരിഗണിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا ولجميع المؤمنين توفنا مسلمين وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.